CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനങ്ങൾ തള്ളി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കോവിഡ് കാലത്തുൾപ്പെടെ പോലീസ് നടത്തിയത് മാതൃകാപരമായ പ്രവർത്തനമെന്നും ഒറ്റപ്പെട്ട പാളിച്ചകളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും ന്യായീകരണം. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ പഠിക്കാൻ എം സ്വരാജിന് ചുമതല നൽകി. പി ദിവ്യക്കെതിരെ ഉചിതമായ സമയത്ത് നടപടിയെടുത്തെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ജില്ലാ സമ്മേളനം തൊടുപുഴ നഗരത്തിൽ പോലും യാതൊരു ചലനവും സൃഷ്ടിച്ചില്ലെന്നും വിമർശനം. ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി സിജോ വർഗീസ് ചേരുന്നു. സിജോ, ഇന്ന് ജില്ലാ സമ്മേളനം സമാപിക്കാനിരിക്കെ എന്തെല്ലാം വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഈ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പാർട്ടി പ്രവർത്തകർക്ക് വരെയുള്ളത്. പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയെന്നത് അടക്കമുള്ള വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നത്. ഈ വിമർശനമാണ് സംസ്ഥാന സെക്രട്ടറി തള്ളിയിരിക്കുന്നത്. അതായത് കോവിഡ് കാലത്തുൾപ്പെടെ പോലീസ് നടത്തിയ മാതൃകാപരമായ പ്രവർത്തനമാണ്. ഏതെങ്കിലും ഒറ്റപ്പെട്ട പാളിച്ചകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കും എന്നാണ് ഇക്കാര്യത്തിൽ ഒരു ന്യായീകരണം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വനം വകുപ്പിനെതിരെയുള്ള പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ചയായിരുന്നു. ഇത്തരത്തിൽ ഈ ഭൂപ്രശ്നങ്ങളടക്കം പഠിക്കുന്നതിന് എം സ്വരാജിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സഭാ നേതൃത്വം ഉൾപ്പെടെ പാർട്ടിയുടെ അടുത്തു നിന്ന് സഭാ നേതൃത്വം ഉൾപ്പെടെ പാർട്ടിയിൽ നിന്ന് അകലാൻ കാരണം ഈ ഭൂനിയമ ഭേദഗതിയിൽ ചട്ടം രൂപീകരിക്കാൻ വൈകിയതിലുള്ള ഒരു പ്രശ്നങ്ങൾ, ഈ നിലവിൽ നിൽക്കുന്ന ഭൂമി പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെയാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ പഠിക്കാനാണ് എം സ്വരാജിന് ചുമതല നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ EP ജയരാജൻ പ്രവർത്തനത്തിൽ അലംഭാവം കാണിച്ചതിൽ നടപടിയെടുത്തിട്ടുണ്ട്. പി ദിവ്യക്കെതിരെയൊക്കെ ഉചിതമായ സമയത്ത് നടപടിയെടുത്ത പാർട്ടിയാണ് ഇതെന്നും സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ ഉള്ള ഏതെങ്കിലും വിമർശനങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ അതിന് ഉചിതമായ നടപടികൾ അതാത് സമയങ്ങളിൽ പാർട്ടി എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഈ നിലവിൽ CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ഒരു സംഘാടനത്തിൽ പാളിച്ച ഉണ്ടായതെന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ജില്ലാ സമ്മേളനം തൊടുപുഴ നഗരത്തിൽ പോലും യാതൊരുവിധ ചലനവും സൃഷ്ടിച്ചിട്ടില്ല എന്നൊരു വിമർശനമാണ് ഇപ്പോൾ അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് സമ്മേളനം സമാപിക്കും. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ശരി, വിവരങ്ങൾ നൽകിയത് സിജോ വർഗീസ് ആയിരുന്നു.